ഇപ്രാവശ്യത്തെ ലോക്സഭയിലെ സാധ്യതകൾ എങ്ങനെയുണ്ട്? തരൂര് നല്ല പോയി. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഈ ട്രിവാൻഡ്രത്ത് തന്നെ 1 ലക്ഷം വോട്ടിന് ജയിച്ചാൽ ഇപ്പോൾ അതിൽ കൂടുതലല്ലാതെ കുറയില്ല. കൂടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ മാത്രമാണോ? ഇപ്രാവശ്യം രാജീവ് ചന്ദ്രശേഖരൻ അതിനെക്കാട്ടിലും പിന്നെ മുമ്പ് പിന്നെ പല ആളുകൾ ഇവിടെ കുമ്മനം രാജശേഖരനൊക്കെ വന്നപ്പോൾ ഇതാ ജയിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു. അല്ലൊന്നും കാര്യമില്ല. ഇവിടെ ഈ നെയ്യാറ്റിൻകര, പാറശാല, കോവളം ഈ മണ്ഡലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണൽ നാടാർ കമ്മ്യൂണിറ്റിയാണ് കൂടുതൽ, ക്രിസ്ത്യൻസാണ്. അവരുടെ വോട്ടെല്ലാം ഭൂരിപക്ഷവും കോൺഗ്രസിന് തന്നെ വരുള്ളൂ. കുമളിയുടെ തണുപ്പിൽ നിന്നപ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ചെറിയൊരു ഫാം കണ്ടു. ചെറിയല്ല, അത്യാവശ്യം നല്ലൊരു ഫാമാണ്. ആട്, പശു ഒക്കെ ഉള്ളൊരു ഫാം കണ്ടു. ഒരു ഫാം നടത്തുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം നമുക്ക് ഏറെക്കുറെ അല്ല അറിയാമെങ്കിലും. ചേട്ടാ നമസ്കാരം. രവി ചേട്ടാ, കുമളി തന്നെയാണ് നാട്. കുമളിയും പുത്തൻകടയും അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു ഫാം, ഇങ്ങനെ ഒരു ആട് ഫാമും പശു ഫാമും ഒക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങാനുണ്ടായ പ്രചോദനം എന്താണ്? പ്രചോദനം എന്ന് പറഞ്ഞാൽ ആടിന് കൂടുതൽ ബെനിഫിറ്റ് ഇല്ല. അപ്പോൾ അത് മകൻ്റെ ഒരു ഇതായിരുന്നു ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട്. മകൻ്റെ ആഗ്രഹം അദ്ദേഹം ചെയ്യുന്നു. അദ്ദേഹം ഡോക്ടറാണ്, ട്രിവാൻഡ്രത്താണ്. പിന്നെ ഗവൺമെൻറ് അല്ല, പ്രൈവറ്റ് SP വെൽഫോർട്ടിൽ. അങ്ങനെ പുള്ളിക്ക് ഇങ്ങനെ ഒരു താല്പര്യം വന്നു, ആട് ഫാം തുടങ്ങി. ആട് ഫാം നഷ്ടത്തിലായി വന്നപ്പോൾ പിന്നെ പശുവിനെ കൂടെ ആക്കി. ഏതായാലും ഈ ഫാം നോക്കി അത് ലാഭകരമാക്കി എടുക്കാൻ വലിയ സാധ്യത ഒന്നും കാണുന്നില്ല. ലാഭം പശു ആയാലും പാല് തന്നെയാണ്. പാലും കുട്ടികളെ വിൽക്കാൻ പറ്റുമല്ലോ. കുട്ടികളെല്ലാം പെൺകുട്ടികളാണ്. അപ്പോൾ അതിനെ നെക്സ്റ്റ് ജനറേഷൻ അടുത്ത ഉത്പാദനത്തിന് വേണ്ടി മാറ്റി വയ്ക്കും. ഇവിടെ ഇപ്പോൾ ഏതെല്ലാം ടൈപ്പ് ആടുകളുണ്ട്? നമുക്ക് ബീറ്റലുണ്ട്, പിന്നെ മലബാറി ഉണ്ട്, പിന്നെ ലോക്കലുണ്ട്. മലബാറി അത്ര പോരാ. ബീറ്റലാണെങ്കിൽ ഓവർ ഇതായിട്ട് വളരും. നല്ല പാലും തരും. പാല് കൊടുക്കുന്നുണ്ട്. ആട്ടിൻ്റെ പാല് വെളിയിൽ കൊടുക്കുന്നില്ല, അല്ല കുട്ടിയൊക്കെ കൊടുക്കും. കുട്ടിയെ കൊടുക്കുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് ഡെവലപ്പാകും. അപ്പോൾ പിന്നെ ഇതിനെ നമുക്ക് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിനെ സെയിൽ ചെയ്യും. പിന്നെ ഈ പശു ഏതെല്ലാം ടൈപ്പ് പശുക്കളുണ്ട്? പശു ഇപ്പം ജേഴ്സി ഉണ്ട്, പിന്നെ വേറെ ഒരു പുതിയ ടൈപ്പ് ഒരെണ്ണം ഉണ്ട്. അതിനകത്ത് 7 എണ്ണം കെട്ടാനുള്ള ഫാമാണ്. അപ്പം അത് ഇപ്പോഴത്തെ വരിയിൽ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇപ്പം അടുത്ത ഇവിടെയും കൂടെ ഡെവലപ്പ് ചെയ്യാനുള്ള ജോലിക്കാരുണ്ട്. പിന്നെ ചേട്ടൻ എന്ത് ചെയ്യായിരുന്നു? ഞാൻ KSRTCയിലായിരുന്നു, കണ്ടക്ടറായിരുന്നു. ഇൻസ്പെക്ടറായി റിട്ടയർ ചെയ്തു. അപ്പോൾ റിട്ടയർ ചെയ്തപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് രാഷ്ട്രീയത്തിലിറങ്ങി. മുമ്പേ രാഷ്ട്രീയമുണ്ട്, ഇപ്പോഴും സജീവ രാഷ്ട്രീയം. കോൺഗ്രസ്. ഞാൻ മണ്ഡലം പ്രസിഡന്റായിരുന്നു. ഇപ്രാവശ്യത്തെ ലോക്സഭയിലെ സാധ്യതകൾ എങ്ങനെയുണ്ട്? തരൂര് നല്ല പോയി. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഈ ട്രിവാൻഡ്രത്ത് തന്നെ 1 ലക്ഷം വോട്ടിന് ജയിച്ചാൽ ഇപ്പോൾ അതിൽ കൂടുതലല്ലാതെ കുറയില്ല. കൂടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ മാത്രമാണോ? രാജീവ് ചന്ദ്രശേഖരൻ അതിനെക്കാട്ടിലും പിന്നെ മുമ്പ് പിന്നെ പല ആളുകൾ ഇവിടെ കുമ്മനം രാജശേഖരനൊക്കെ വന്നപ്പോൾ ഇതാ ജയിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു. അല്ലൊന്നും കാര്യമില്ല. ഇവിടെ ഈ നെയ്യാറ്റിൻകര, പാറശാല, കോവളം ഈ മണ്ഡലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണൽ നാടാർ കമ്മ്യൂണിറ്റിയാണ് കൂടുതൽ, ക്രിസ്ത്യൻസാണ്. അവരുടെ വോട്ടെല്ലാം ഭൂരിപക്ഷവും കോൺഗ്രസിന് തന്നെ വരുള്ളൂ. അപ്പോൾ അത് നന്നായിരിക്കണം. അല്ലെങ്കിൽ തന്നെ ഈ പാർട്ടിക്കപ്പുറമായിട്ട് ഞാൻ എല്ലാ പാർട്ടികളിലും നല്ല ആളുകളുമായിട്ടുള്ളൊരു അവർ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ നോക്കുമ്പോൾ ശശി തരൂരിനെ പോലുള്ള ഒരു അതെ ഏത് രാജ്യത്തിന് ആവശ്യമുള്ള ആളുകളാണ്. അതുകൊണ്ട് അദ്ദേഹം ജയിക്കട്ടെ. ബാക്കിയുള്ളവരും മോശമാണെന്നല്ല. നമ്മൾ ഒരാൾ നല്ലതാണെന്ന് പറയുമ്പോൾ മറ്റുള്ള മോശമാണെന്നായിരിക്കില്ല അല്ലേ? നമ്മൾ ഇവിടെ ഇതിലേക്ക് വന്ന ഇതിനെ പരിപാലിക്കുന്നതിൽ നമ്മളിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരു സാധന വില അപകാരമാണ്. 1100 രൂപയായിരുന്ന ഈ പിന്നെ പുളിയരിപ്പൊടി, 1100 രൂപ. അത് പുളിയരിപ്പൊടിയും റൈസുമായിട്ട് വേവിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് 1850 രൂപയായി ഒറ്റയടിക്ക്. ഒരു കൊല്ലത്തിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലാണ്. പിന്നെ കൂടുന്നൊന്നും കുറയില്ല. അവിടെ നിൽക്കും. അപ്പോൾ പിന്നെ ലേബർ ചാർജ് എന്ന് പറയാൻ അങ്ങനെ വലിയ വ്യത്യാസത്തിലൊന്നുമില്ല. ലേബർ പിന്നെ ഇവിടെ വലിയ ഓവർ ലേബർ വരില്ല. പിന്നെ ഒരു ഹിന്ദിക്കാരനാണ് ചെയ്യുന്നത്. അവനവിടെ ബാക്കിയുള്ള അക്കോമഡേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്, ഫുഡ് എല്ലാം വെച്ച് കഴിക്കുന്നത്.
കാര്യങ്ങളെല്ലാം ചെയ്തോളൂ. നമ്മളിവിടെ രാവിലെ വരും, നോക്കും, പാലൊക്കെ കൊടുക്കുന്ന എങ്ങനെയെന്നൊക്കെ നോക്കിയിട്ടങ്ങ് പോകും. പിന്നെ ഇവിടെ നിൽക്കില്ല. ചാണകം നമ്മൾ ഇത് ഉണക്കിയിട്ട് ചാക്കിലാക്കിയിട്ട് പിന്നെ ചാക്കിന് 125 രൂപ ഉണ്ട്. ചാക്കിന് 125 രൂപയേ ഉള്ളൂ. എന്നാലും അതും ഒരു ചെറിയ കച്ചവടമാണ്. അത് കൃഷിക്കാരെടുത്തോണ്ട് പോകും. കൃഷിഭവനിൽ അവർ ആളെ അയക്കും. കൃഷിഭവനിലേക്കാണ്. അവിടെ നിന്ന് അവർ സെയിൽ ചെയ്യും. അവർ സെയിൽ ചെയ്യുമ്പോൾ അവിടെ പോയി വാങ്ങിക്കണേ വലിയ വിലയാകുമായിരിക്കും. 150 രൂപ അത്രേ ഉള്ളൂ, വ്യത്യാസമില്ല. ശരി. അതും ഈ ചാണകപ്പൊടിയായിട്ട് തന്നെ കൊടുക്കും. അവിടെ കൊണ്ട് ലോഡ് ചെയ്യും. ലാറി ആകുമ്പോൾ കൊടുക്കും. പിന്നെ വൈക്കോല് പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ബൾക്കായിട്ട് എടുക്കും. ഈ ആടിനെ മൃഗങ്ങളെ എന്തെങ്കിലും വളർത്തി അതുമായിട്ടൊന്നും ഒരു ജസ്റ്റ് ഒരു ചാൻസ്. അപ്പൊ മാത്രമല്ല ഒരു ചെറിയൊരു എൻഗേജ്മെന്റ് ആവും അല്ലേ? അതൊക്കെ നോക്കി. ഇത് ഫാം നടത്തിയൊരു ബെനിഫിറ്റ് ആയിട്ട് അല്ല, മെയിൻറ്റെയിൻ ചെയ്തു പോവാം. നമുക്കിനി ഇതൊക്കെ ഒന്ന് ആട് ഫാമിനെ ഒന്ന് കണ്ടാലോ? ഇവിടെ പിന്നെ പച്ചക്കറി കൃഷി ചെയ്യുന്നു അല്ലേ? വളമൊക്കെ ഉള്ളത്, നല്ല മണ്ണുമാണ്, വെള്ളവും ഉണ്ട്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. കുമിളിയില് ഇങ്ങനെ കുമിള പോലെ വരുന്ന വെള്ളമല്ലേ? അങ്ങനെ ആളുകൾ ഇങ്ങനെ ഉയർത്തി താമസിപ്പിക്കണമെന്നാണ് അവരെ. അല്ല, അത് നമ്മുടെ ഹൈടെക് മോഡലാണ്. ഹൈടെക് ഫാമാണ്. ഇപ്പോൾ ലേബർ കൂടുതലാണ് ഇത് ചെയ്യുന്നുണ്ട്. ഇത് താഴെ ഇതിന്റെ ഫൈബറാണ്. ഫൈബറിന്റെ സാധനമാണ്. അപ്പൊ ഇതിനകത്തൂടെ നമ്മുടെ ഇതിന്റെ വേസ്റ്റ് ഒക്കെ താഴെ പോകും. അവിടെ നിന്ന് കളയ്ക്കാൻ പറ്റും അല്ലേ? നമ്മൾ എവിടെ നിന്നാണ് ഇതിനെയൊക്കെ വാങ്ങുന്നത്? ഇത് നമ്മൾ വീട്ടിലൊക്കെ വിളയുന്നു, മുട്ടനാടൊക്കെ വിളയുന്നു വാങ്ങിച്ചത്. ഒരു കിടാകടിയിൽ നികണ്ടൻ ആട് നിൽക്കുന്നു. അത് മലബാരി ആടാണ്. അല്ല, ബീട്ടൽ രാജസ്ഥാനാണ് അല്ലേ? അപ്പോൾ ചൂടൊന്നും വലിയ പ്രശ്നമാക്കിയതില്ല. രാജസ്ഥാൻ്റെ ചൂടിലൊക്കെ വളരുന്നു. ഇപ്പോഴത്തെ ഹൈബ്രിഡിൽ നല്ല ഇനം ബീറ്റലാണ്. നല്ല ഇനം ബീറ്റൽ. ഈ ജമുന പേരി അങ്ങനെയൊക്കെ ഒരു കുട്ടിയെ അത്രേ ഉള്ളൂ. കൂടുതൽ പ്രൊഡക്ഷൻ വരില്ല. ഇത് നമുക്ക് കുട്ടികളെ കൂടുതൽ കിട്ടാൻ ഇതെല്ലാം ഇപ്പോൾ പ്രസവിച്ചാണ്. ഇതിനെയൊക്കെ പുറത്ത് നമ്മൾ നടത്താൻ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് തന്നെ ഇത് തുറന്നു വിടും. താഴെ എല്ലാം കൂടെ ഓടിച്ചാടി കളിച്ചിട്ട് വലിയ ആടിനെ വിടില്ല, കുട്ടികളെ കുറച്ച് കളിച്ച് കഴിയുമ്പോൾ തിരിച്ച് കയറിക്കും. ഇപ്പോൾ ഒരു 40-50 ഉണ്ടല്ലേ? 45 കുട്ടികളെല്ലാം കൂടെ. ഇതിന് വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുക്കുക, വെള്ളം ഇവിടെ നിന്ന് കുടിച്ചോളൂ അല്ലേ? വെള്ളം ഇതിൽ ഒഴിക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ ഇത് വേസ്റ്റ് ആവും. അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ അതിൽ ടച്ച് ചെയ്യുമ്പോൾ വെള്ളം വരും. ശരി. സെൻസർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തോട്ട് നിന്ന് കഴിഞ്ഞാൽ വെള്ളം കിട്ടും. വെള്ളം. പിന്നെ നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞുള്ള ഭക്ഷണങ്ങളാണ് വേറെ കൊടുക്കുന്നത്. അതിന് കുഴ, പിന്നെ പ്ലാവിൻ്റെ ഇല, പിന്നെ അത് പോയിട്ട് പുല്ല്. പ്ലാവിൻ്റെ ഇലയ്ക്ക് ഇവിടെ നമുക്ക് ആവശ്യം പോലെ കിട്ടുമല്ലോ. പക്ഷേ ലേബർ വരും. ഈ കുമിളിയിലെ അന്തരീക്ഷം ഒരു തണുപ്പും ഒരു കുളിരും അത് ഇനിയിപ്പോൾ ഇപ്പോഴും ഭയങ്കര ചൂട് സമയമാണ്. എന്നാലും ഇവിടെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നല്ല കൂളിങ്ങാണ്. ഉച്ചയാകുമ്പോഴുള്ള ആ ചൂടാണ്. അപ്പോൾ ഒരു ആട് ഫാം നടത്തി വലുതായിട്ട് ലാഭം ഉണ്ടാകാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഒരു ആക്ടിവിറ്റി ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാം അല്ലേ? ഇതൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ പറഞ്ഞ പോലെ കൃഷി, അല്ലെങ്കിൽ ഏതുതരം കൃഷിയായാലും, സസ്യങ്ങളായാലും മൃഗങ്ങളായാലും ഏത് കൃഷി ചെയ്താലും ഇപ്പോൾ ഒരു കർഷകന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുപോലെ പൈസ കൃഷി ചെയ്യുന്നു, ഞാനൊരു കൃഷിക്കാരനാണ് എന്നൊക്കെ പറയാം. വേണമെങ്കിൽ ചില ആളുകളുടെ കർഷകശ്രീ അവാർഡൊക്കെ വാങ്ങിക്കാം. അത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം.